നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ മുന്നണികൾ കളം പിടിക്കുന്നു. പ്രചാരണത്തിന് തുടക്കം കുറിച്ച് LDF സ്ഥാനാർത്ഥികൾ. കൊല്ലത്ത് S ജയമോഹനും കരുനാഗപ്പള്ളിയിൽ MS താരയും റോഡ് ഷോ നടത്തി. RSP 4 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 5 മത്സരിക്കുമെന്ന് നേതാക്കൾ. ചവറയിൽ ഷിബു ബേബി ജോൺ സ്ഥാനാർത്ഥി. KPCC സെക്രട്ടറിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ തൊടിയൂർ രാമചന്ദ്രൻ BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അംഗത്വം നൽകി. MLAയുടെ അവഗണനയെ തുടർന്നാണ് കോൺഗ്രസ് വിട്ടതെന്ന് തൊടിയൂർ രാമചന്ദ്രൻ. അമ്പലപ്പുഴയിൽ G സുധാകരനെ പിന്തുണയ്ക്കാൻ UDF. കോൺഗ്രസ് നേതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് സുധാകരൻ പിന്തുണ സ്വീകരിച്ചത്. H സലാമാണ് ഇവിടെ LDF സ്ഥാനാർത്ഥി. വിശദമായ വാർത്തകളിലേക്ക്. സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിഞ്ഞതോടെ കരുനാഗപ്പള്ളിയിലെ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് MS താര പ്രചാരണ രംഗത്ത് സജീവമായി. സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോയും നടന്നു. ലാലാജി ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റോഡ് ഷോ ഓച്ചിറയിൽ സമാപിച്ചു. തീരദേശ മേഖലയിലും റോഡ് ഷോ നടത്തി. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വന്നതോടെയാണ് കരുനാഗപ്പള്ളി മണ്ഡലത്തെ ഇളക്കിമറിച്ച് LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് MS താര റോഡ് ഷോ നടത്തിയത്. ലാലാജി ജംഗ്ഷനിൽ നിന്നും 100 കണക്കിന് ഇരുചക്ര വാഹനങ്ങളോടെയായിരുന്നു റോഡ് ഷോ ആരംഭിച്ചത്. ദേശീയപാതയിലൂടെ ഓച്ചിറയിലെത്തി. തുടർന്ന് തീരമേഖലയിലൂടെ മണ്ഡലം ചുറ്റി റോഡ് ഷോ സമാപിച്ചു. പാതയോരങ്ങളിൽ തടിച്ചുകൂടിയ നിരവധി പേരുടെ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങിയാണ് റോഡ് ഷോ സമാപിച്ചത്. ബോപ്പർ, കരിമരുന്ന് പ്രയോഗം, DJ എന്നിവയും റോഡ് ഷോയ്ക്ക് മാറ്റുകൂട്ടി. LDF നേതാക്കളായ M ശിവശങ്കരപ്പിള്ള, സൂസൻ കോടി, A അനിരുദ്ധൻ, PB സത്യദേവൻ, RS അനിൽ, ജഗജ്ജീവൻ ലാലി, കൃഷ്ണകുമാർ, R രവി, കരിമ്പാലിൽ സദാനന്ദൻ, ഷിഹാബ് സ്പൈനിമോട്, അബ്ദുൽ സലാം അൽഖന, സൈനുദ്ദീൻ, AA ജബ്ബാർ, ഷമീർ അസീസിയ, ഷിഹാബ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കൊട്ടാരക്കര സദാനന്ദപുരം അവധൂതാശ്രമത്തിൽ മഹാത്മാ അയ്യൻകാളിയുടെ അർദ്ധകായ പ്രതിമയും പഠന ഗവേഷണ കേന്ദ്രവും സ്ഥാപിക്കുന്നു. മാർച്ച് 22-നാണ് പ്രതിമ അനാച്ഛാദനം ചെയ്യുന്നതെന്ന് ബന്ധപ്പെട്ടവർ അറിയിച്ചു. അയ്യൻകാളി പ്രതിമയും വഹിച്ചുകൊണ്ടുള്ള രഥയാത്ര 18-ന് ചാലക്കുടിയിൽ നിന്നും ആരംഭിക്കും. കൊട്ടാരക്കരയിലെ സദാനന്ദപുരത്തെ അവധൂതാശ്രമത്തിലാണ് മഹാത്മാ അയ്യൻകാളിയുടെ അർദ്ധകായ പ്രതിമയും പഠന ഗവേഷണ കേന്ദ്രവും സ്ഥാപിക്കുന്നത്. KPMSന്റെയും ആശ്രമ മഠാധിപതി ചിദാനന്ദ ഭാരതി സ്വാമികളുടെയും നേതൃത്വത്തിലാണ് പഠന ഗവേഷണ കേന്ദ്രവും അയ്യങ്കാളിയുടെ അർദ്ധകായ പ്രതിമയും സ്ഥാപിക്കുന്നത്. മഹാത്മാ അയ്യങ്കാളിയുടെ അർദ്ധകായ പ്രതിമ വഹിച്ചുകൊണ്ടുള്ള രഥഘോഷയാത്ര ചാലക്കുടിയിൽ നിന്ന് 18-ന് വൈകിട്ട് 4-ന് സനീഷ് ജോസഫ് MLA ഉദ്ഘാടനം ചെയ്ത് പ്രയാണം ആരംഭിക്കും. വിവിധ യൂണിയൻ കേന്ദ്രങ്ങളിൽ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി കൊട്ടാരക്കര സദാനന്ദപുരം ആശ്രമത്തിൽ സമാപിക്കും. 22-ന് വൈകിട്ട് 3-ന് നടക്കുന്ന സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി ഡോക്ടർ രാംദാസ് അത്താവാലെ പ്രതിമ അനാച്ഛാദനം ചെയ്യും. ആശ്രമ മഠാധിപതി സ്വാമി ചിദാനന്ദ ഭാരതി ദീപം തെളിക്കും. മഹാത്മാ അയ്യങ്കാളിയും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാം. രണ്ടുപേരും നല്ല രീതിയിൽ സാമൂഹിക നവോത്ഥാന പ്രവർത്തനങ്ങളിൽ വെച്ച പങ്ക് വളരെ വലുതാണ്. അപ്പോൾ സ്വാമി, ഇന്നത്തെ അവിടുത്തെ സ്വാമി ചിദാനന്ദ ഭാരതി സ്വാമി ഞങ്ങളെ വിളിച്ച് അയ്യങ്കാളിയുടെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഒരു പ്രതിമ സ്ഥാപിക്കണം എന്നാവശ്യപ്പെടുകയും അതനുസരിച്ചുള്ള ഒരു പ്രതിമ നമ്മൾ അത് പണിത് അവിടെ അതിനുവേണ്ട മണ്ഡപങ്ങളൊക്കെ റെഡിയായി. അത് 22-ാം തീയതി അവിടെ സ്ഥാപിക്കപ്പെടുകയാണ്. ഞാനതൊന്ന് പ്രസിദ്ധീകരിക്കാനുള്ള ഒരു കാര്യങ്ങളൊന്ന് വായിച്ചു കേൾപ്പിക്കാം. കേരള നവോത്ഥാന ചരിത്രത്തിൽ നിർണായക പങ്കുവഹിച്ച സദാനന്ദ സ്വാമികൾ നവോത്ഥാന നായകന്മാർ പ്രഥമ സ്ഥാനീയനും ചരിത്ര പുരുഷനുമായ മഹാത്മാ അയ്യങ്കാളി കൂടിച്ചേർന്ന് നടത്തിയ വിപ്ലവകരമായ പോരാട്ടങ്ങൾക്ക് കർമ്മഭൂമിയായ കൊട്ടാരക്കരയിലെ സദാനന്ദപുരത്തുള്ള അവധൂതാശ്രമത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ അർദ്ധകായ പ്രതിമയും പഠന ഗവേഷണ കേന്ദ്രവും
ആശ്രമത്തിൻ്റെ മഠാധിപതി ബ്രഹ്മശ്രീ ചിദാനന്ദ ഭാരതി സ്വാമിയുടെയും KPMSൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ സ്ഥാപിക്കപ്പെടുകയാണ്. സമ്മേളനത്തിൽ വിവിധ രാഷ്ട്രീയ, സാമുദായിക, സാംസ്കാരിക നേതാക്കൾ പങ്കെടുക്കുമെന്ന് KPMS സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജി സുരേന്ദ്രനാഥ്, സംസ്ഥാന ട്രഷറർ ജി സുരേന്ദ്രൻ, ജില്ലാ കൺവീനർ ജി യശോധരൻ വെള്ളായണിപ്പാലം, സംസ്ഥാന കമ്മിറ്റി അംഗം K രാധാകൃഷ്ണൻ, അവധൂതാശ്രമം PRO രാധാകൃഷ്ണൻ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. വർക്ക്ഷോപ്പ് ഉടമയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പത്തടി സ്വദേശി ബിനു ദാസാണ് മരിച്ചത്. അഞ്ചൽ ആലഞ്ചേരിയിലെ വർക്ക്ഷോപ്പിലാണ് മരിച്ച നിലയിൽ കണ്ടത്. ആലഞ്ചേരിയിലെ ക്ലാസിക് ഓട്ടോമൊബൈൽസിലാണ് ബിനുദാസിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. രാത്രി വർക്ക്ഷോപ്പിൽ ജോലിയുണ്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസം വീട്ടിൽ നിന്നും ഇറങ്ങിയതായിരുന്നു. ബിനുവിന്റെ ഭാര്യ പലതവണ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടും കിട്ടാത്തതിനെ തുടർന്ന് അന്വേഷിച്ചു വർക്ക്ഷോപ്പിൽ എത്തിയപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിന് എൻ്റെ വൈഫ് ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനെ വർക്ക്ഷോപ്പിൽ വരുവാന്നും പറഞ്ഞ് കസ്റ്റമർ വിളിക്കുന്നതെന്നും പറഞ്ഞാണ് വന്നത്. അന്ന് പിന്നെ എന്താ നടന്നതെന്ന് അറിയത്തില്ല. പിന്നെ അളിയൻ വിളിച്ച് 2 മണിയായപ്പോൾ വിളിച്ച് പറയുമ്പോഴാണ് കാര്യങ്ങൾ അറിയുന്നത്. പിന്നെ ഞങ്ങൾ രാവിലെ കൂടി വന്നു. അപ്പോൾ ഇങ്ങനെയാണ് സംഭവം, തൂങ്ങിക്കുന്നതായിട്ടാണ് കാണുന്നത്. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളൊന്നുമില്ല, നല്ല ഹാപ്പിയായിട്ടിരുന്നതാണ്. പിന്നെ എന്താണെന്ന് അറിയില്ല. അസുഖങ്ങളോ അസുഖങ്ങൾ ചെറിയ പനിയുണ്ടായി. 2-3 ദിവസം കൊണ്ടുപോയി. അന്നേരം എക്സ്റേ ഒക്കെ എടുത്ത് കുഴപ്പമില്ല. ഇന്നലെ കഫമൊക്കെ ടെസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതിൻ്റെ റിസൾട്ട് ഇന്ന് കിട്ടുമെന്നാണ് പറഞ്ഞത്. പക്ഷേ റിസൾട്ട് പുള്ളിയുടെ ഫോണിൽ വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയില്ല. ഒന്നീ ഫോണിൽ അയച്ചു തരാം, അല്ലെങ്കിൽ ചെല്ലാൻ പറ, രാവിലെ ചെല്ലാൻ പറ, റിസൾട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. ഏരൂർ പോലീസ് മേൽനടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി S ജയമോഹൻ റോഡ് ഷോ നടത്തി. KSRTCക്ക് സമീപം ലിങ്ക് റോഡിൽ നിന്നും ആരംഭിച്ച് റോഡ് ഷോ പനയത്ത് സമാപിച്ചു. LDF നേതാക്കൾ നേതൃത്വം നൽകി. പാതയോരമാകെ ചുവപ്പിച്ചാണ് കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി S ജയമോഹൻ റോഡ് ഷോ നടത്തിയത്. ഔദ്യോഗിക പ്രഖ്യാപനത്തിനു ശേഷം തുറന്ന ജീപ്പിൽ സ്ഥാനാർത്ഥിയുടെ പര്യടനം കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിൽ ലിങ്ക് റോഡിൽ നിന്നാണ് ആരംഭിച്ചത്. ചിന്നക്കട ബീച്ച്, പള്ളിത്തോട്ടം, മുതാക്കര, വാടി, തേവള്ളി, കടവൂർ, അഞ്ചാലുമൂട് വഴി പനയത്ത് സമാപിച്ചു. മുതാക്കരയിൽ ലഡു വിതരണവും സ്ഥാനാർത്ഥിക്ക് സ്വീകരണവും നൽകി. മുന്നണി നേതാക്കളായ K വരദരാജൻ, ചിന്താ ജെറോം, VK അനിരുദ്ധൻ, R രാജീവ്, AM ഇക്ബാൽ, H ബേസിലാൽ, ഡോക്ടർ K രാജശേഖരൻ, SR രാഹുൽ, U പവിത്ര തുടങ്ങിയവർ പങ്കെടുത്തു. കാര്യത്തിലും ഇടപെട്ടിട്ടുണ്ട് എന്ന കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് അഞ്ചാലമൂട് പനയം എല്ലാം പോകേണ്ടതായിട്ടുണ്ട് എന്നതുകൊണ്ട് പിന്നീട് ഒരു അവസരത്തിൽ ഈ സന്തോഷം പങ്കുവയ്ക്കാൻ വേണ്ടി കുറച്ച് സമയം ചെലവഴിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ലഡു നൽകി സ്വീകരിച്ച് നന്ദി പ്രകാശിപ്പിച്ചത് കണ്ടപ്പോൾ നിസ്വാർത്ഥമായ പൊതുപ്രവർത്തകർക്ക്, പാവപ്പെട്ടവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിന്റെ നന്ദി അവർ പ്രകാശിപ്പിക്കുന്നതാണ് ഏറ്റവും വലിയ സന്തോഷം എന്നുള്ളതാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായിട്ട് ഞാൻ ഇരിക്കുമ്പോൾ ദേശീയ പുരസ്കാരം ലഭിച്ചു കൊല്ലം ജില്ലയിലെ ജനങ്ങൾക്ക് വേണ്ടി. ആദ്യമായി അങ്ങനെ 3 തവണയും 10 തവണ 1ാം സ്ഥാനത്തേക്ക് കൊല്ലം ജില്ലയെ കൊണ്ടുവന്ന് എത്തിച്ചപ്പോഴും സഹായിച്ച ജില്ലയിലെ സാധാരണ മനുഷ്യരോടാണ് കടപ്പാട് എന്ന് വിളിച്ചറിയിച്ചുകൊണ്ട് ആ അവാർഡ് തുകയിൽ കിട്ടിയ 85 ലക്ഷം രൂപ ജില്ലാ ഹോസ്പിറ്റലിലും വിക്ടോറിയ ഹോസ്പിറ്റലിലും ആയുർവേദ ഹോസ്പിറ്റലിലും ഹോമിയോ ഹോസ്പിറ്റലിലും എത്തുന്ന പാവപ്പെട്ടവർക്ക് സൗകര്യമൊരുക്കാൻ വേണ്ടി മാറ്റിവെച്ച് നൽകിയ കാര്യം കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എന്നും പാവപ്പെട്ടവരോടൊപ്പം ഉണ്ടാകും എന്ന കാര്യം നിങ്ങളെ വീണ്ടും വീണ്ടും ഉറപ്പ് നൽകി. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ 5 ഡയാലിസിസ് മെഷീനുകൾ സ്ഥാപിച്ചു. MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 37 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് മെഷീനുകൾ സ്ഥാപിച്ചത്. CR മഹേഷ് MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 37 ലക്ഷം രൂപ വിനിയോഗിച്ച കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ 5 ഡയാലിസിസ് മെഷീനുകൾ സ്ഥാപിച്ചു. നിലവിൽ 6 ഡയാലിസിസ് മെഷീനുകളാണ് ഇവിടെ ഉള്ളത്. 5 മെഷീനുകൾ കൂടി സ്ഥാപിച്ചതോടെ പുതുതായി 15ഓളം രോഗികൾക്ക് അധികമായി ഡയാലിസിസ് നൽകാൻ കഴിയും. ഏകദേശം 400ലധികം രോഗികളാണ് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. പുതിയ കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കുന്നതോടെ താലൂക്ക് ആശുപത്രിയിൽ രജിസ്റ്റർ ചെയ്യുന്ന എല്ലാ രോഗികൾക്കും ആവശ്യമായ ഡയാലിസിസ് മെഷീൻ സ്ഥാപിച്ച് ഡയാലിസിസ് സൗകര്യം ലഭ്യമാക്കുമെന്ന് MLA പറഞ്ഞു.
യന്ത്രങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മവും MLA നിർവഹിച്ചു. കെട്ടിടങ്ങൾ മാത്രം കെട്ടിക്കൂട്ടിയാൽ പോലെ നല്ല സേവനം മെച്ചപ്പെട്ട സൗകര്യം ആളുകൾക്ക് കൊടുക്കും. ഞാനിവിടെ ജീവനക്കാരെ ഒരാളെ പോലും ഞാൻ കുറ്റം പറയുന്നത്, കാരണം പരിമിതമായ ശമ്പളമാണുള്ളത്, പരിമിതമായ ശമ്പളം. ആ ശമ്പളത്തിനകത്ത് നിങ്ങൾ 3 ഉറപ്പും കഴിഞ്ഞ് ഈ വരുന്നവരുടെ എല്ലാ ചീട്ടുകളിലും കയറി നിങ്ങൾ ജോലി ചെയ്യുന്നു. അധിക ഡോക്ടർമാരെയും അധിക സൗകര്യങ്ങളും ഒക്കെ ഒഴിപ്പിക്കേണ്ടത് സർക്കാരാണ്. അപ്പോൾ നമുക്ക് കൂട്ടായിട്ട് തന്നെ പരിശ്രമിക്കാം. നമ്മുടെ കുടിവെള്ളത്തിൻ്റെ വിഷയം അവിടെ ഒരു കുഴൽക്കിണർ ഉദ്ഘാടനം ചെയ്തു. മുത്തരത്തിലുള്ള വെള്ളത്തിന് പണി ആരംഭിച്ചു. മുടങ്ങിക്കിടന്ന ഡയാലിസിസ് മിഷൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നു. അങ്ങനെ ഒരുമിച്ച് നമുക്ക് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാം. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ശ്രീ മണമ്പത്ത് യപൂർണയും നഗരസഭാ ചെയർമാൻ ശ്രീ സോമരാജ് വളരെ പെട്ടെന്ന് പിന്നെ നമ്മുടെ ഓഫീസറിൽ ശ്രീ സജീവ് മാത്രം നിരന്തരം ഇടപെട്ടിട്ടാണ്. അപ്പോൾ സൂപ്രണ്ടോട് പറഞ്ഞ എന്തായാലും സാറ് ഒപ്പിച്ചെടുത്തല്ലോ, ഒരു പ്രതീക്ഷയില്ലായിരുന്നു. നഗരസഭാ ചെയർമാൻ P. സോമരാജൻ അധ്യക്ഷത വഹിച്ചു. ഈ ഉപകരണം ഡയാലിസിന് വീർപ്പുമുട്ടുന്ന ഡയാലിസിന് ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. അതോടൊപ്പം ഈ ഡയാലിസിസ് ഉപകരണങ്ങൾ കുവീനത്തിന് വേണ്ടി സമർപ്പിക്കുന്ന പ്രവർത്തനക്രമമാക്കിയാൽ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന ജനകീയ വളരെ ഞാൻ ഇത് ഉദ്ഘാടനം ചെയ്യുന്നതായി. വൈസ് ചെയർപേഴ്സൺ ബീന ജോൺസൺ, മുനമ്പത്ത് ഗഫൂർ, B. മോഹൻദാസ്, സാലിഹ് ഹംബുവിള, ജോയി വർഗീസ്, രഞ്ജിത്ത, സിംലാൽ, നിസാർ, ഗിരീഷ് കുമാർ, ഡോക്ടർ അൽഫോൺസ് തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. NSSന്റെയും സമുദായ അംഗങ്ങളുടെയും ക്ഷേമവും താൽപര്യങ്ങളും സംരക്ഷിക്കുന്നതിനും സംഘടന അച്ചടക്കം നിലനിർത്തുന്നതിനുമാണ് NSS പത്തനാപുരം താലൂക്ക് സമിതി പിരിച്ചുവിട്ടതെന്ന് പുതിയ ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. KB ഗണേഷ് കുമാറിന്റെ ഏകാധിപത്യവും സമുദായ വിരുദ്ധ നടപടിയോടുള്ള എതിർപ്പുമാണ് ഭൂരിപക്ഷ അംഗങ്ങളും രാജിവെക്കാനും യൂണിയൻ ഭരണസമിതി പിരിച്ചുവിടാനും ഇടയാക്കിയതെന്ന് ഇവർ പറഞ്ഞു. ഒട്ടനവധി സമുദായ നേതാക്കന്മാരുടെ അധ്വാനഫലമായാണ് പത്തനാപുരം NSS താലൂക്ക് യൂണിയൻ ഇന്നത്തെ നിലയിലെത്തിയത്. അതിൽ R. ബാലകൃഷ്ണപിള്ളയുടെ പങ്കും ചെറുതായി കാണുന്നില്ല. പത്തനാപുരം താലൂക്ക് യൂണിയന്റെ സ്വത്തുവകകൾ നിർധനരായ 100 കണക്കിന് നായന്മാരുടെ അധ്വാനഫലമായി ആർജിച്ചതാണ്. ഇതിലൊരു കുടുംബത്തിന്റെ മാത്രമല്ല, ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ വിയർപ്പ് കൂടി ഉൾപ്പെട്ടതാണ്. ആ സ്വത്തുവകകളുടെ സംരക്ഷണം കൂടി ലക്ഷ്യം വെച്ചാണ് NSS നേതൃത്വം നിലവിലെ യൂണിയനെ പിരിച്ചുവിട്ടതെന്ന് പുതുതായി ചുമതലയേറ്റ ഭരണസമിതി അംഗങ്ങൾ പറഞ്ഞു. നിലവിലുള്ള കെട്ടിടത്തിൽ പത്മ കഫേ ആരംഭിക്കുന്നതിന് വേണ്ടി നവീകരണം നടത്തിയതിന് 4 കോടിയിലേറെ രൂപയുടെ ചെലവ് എന്നത് സമുദായ അംഗങ്ങൾക്ക് അവിശ്വസനീയമാണ്. NSSന് ലാഭകരമായ രീതിയിൽ കരാറുകൾ നൽകുക എന്നതിന് വിരുദ്ധമായി തന്റെ ഇഷ്ടക്കാർക്ക് കരാറുകൾ നൽകുക എന്നതിൽ മാത്രമായി പ്രസിഡന്റിന്റെ താൽപര്യം ഒതുങ്ങിയതാണ് പത്മ കഫേ നിർമ്മാണത്തിൽ ഇത്രത്തോളം ചെലവുകൾ വന്നുകൂടാൻ ഇടയാക്കിയതെന്നും ഇവർ പറഞ്ഞു. യൂണിയൻ കമ്മിറ്റിയിൽ ഇത് ചൂണ്ടിക്കാട്ടിയ ഭരണസമിതി അംഗത്തെ ഗുണ്ടകളെ വിട്ടുതള്ളുന്ന പ്രവർത്തനം ഒരു നായർ സമുദായ അംഗവും അംഗീകരിക്കില്ലെന്നും ഇവർ പറഞ്ഞു. ആരോഗ്യത്തിലെ യാതൊരു കാര്യങ്ങളും ആരോടും ആരോഗ്യിക്കുക, സ്വന്തം നിലയിൽ ചെയ്യും, മറ്റുള്ളവർ ഓച്ചാനം ചെയ്യുന്ന കേട്ട് ചെയ്തോ. നമ്മളത് ചെയ്ത് ശരിയല്ല എന്ന് പറഞ്ഞാലോ അടിയിട്ടു. ഗണേഷ് കുമാർ അടിക്കുമ്പോൾ ആളിനെ പഠിപ്പിക്കും, ആളിനെ കൊണ്ട് അടിപ്പിക്കും. സമുദായത്തെ കുറിച്ചാണ് സമുദായത്തെക്കുറിച്ചാണ്. സമുദായത്തിന്റെ യൂണിയൻ പ്രസിഡന്റാണ് ആ സമുദായത്തിലുള്ള അംഗങ്ങളെ ഉപദ്രവിക്കുന്നത്. വേണു യൂണിയൻ ഭരണസമിതി അംഗമാണ്, ഗണേഷ് കുമാർ യൂണിയന്റെ പ്രസിഡന്റാണ്. രണ്ടുപേരും ഒരു സമുദായമാണ്. എന്നിട്ട് അദ്ദേഹം കഴിഞ്ഞ കമ്മിറ്റിക്ക് പറഞ്ഞത് എന്നിലൊരു MLA ഉണ്ട്, എന്നിലൊരു മന്ത്രിയുണ്ട്, എന്നിലൊരു ഗുണ്ടായി ഉണ്ടാകുന്നത് നീ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന്. എന്നിലൊരു ഗുണ്ടായി ഉണ്ടെന്ന് നീ ഒന്നും അറിഞ്ഞിട്ടില്ലെന്ന്. ഇത് യോഗത്തിൽ പറഞ്ഞതാണോ അതോ കമ്മിറ്റിയിൽ ഞങ്ങളിരിക്കുന്ന കമ്മിറ്റി പറഞ്ഞതാണ്. യൂണിയന്റെ കീഴിലുള്ള വിദ്യാലയങ്ങളും സ്ഥാപനങ്ങളും കടുത്ത പ്രതിസന്ധിയിലായിട്ടും ഇടപെടാൻ പ്രസിഡന്റിന് കഴിഞ്ഞിട്ടില്ല. മന്നം സമാധി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്ക് സമയം നിശ്ചയിച്ച ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ കാത്തിരുന്നിട്ടും മണിക്കൂറുകളോളം വൈകി വന്ന പവിത്രമായ സമാധിയിൽ അവമതിപ്പുണ്ടാക്കി. വർഷങ്ങളായി യൂണിയൻ ഹെഡ് ഓഫീസിനോട് ചേർന്നല്ല മുന്നോട്ട് പോകുന്നത്. ധാർഷ്ട്യവും ധിക്കാരവും മുഖമുദ്രയാക്കി മുന്നോട്ട് പോകാൻ എന്നും കഴിയില്ലെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇവിടെ അതിനുള്ള ആസൂത്രണം ചെയ്യാൻ യൂണിയൻ കമ്മിറ്റി ആലോചന വെച്ചു. അദ്ദേഹം അതെല്ലാം കേട്ടു. അദ്ദേഹത്തിന്റെ ഒരു PA ഉണ്ട്, അദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെ വന്നതാണ് ഇതിന് നേതൃത്വം കൊടുത്ത് ഈ പണികളൊക്കെ ചെയ്യും. കമ്മിറ്റിക്ക് യാതൊരു അവകാശമില്ല. സെക്രട്ടറി ചെക്ക് കൊണ്ട് കൊടുത്തോണം, ഒപ്പിട്ട് കൊടുത്തോണം. അതിനപ്പുറത്തോട് ചോദിക്കാൻ പാടില്ല. സെക്രട്ടറിയും ചോദിക്കാൻ പാടില്ല, ഭരണസമിതി അംഗങ്ങളും ചോദിക്കാൻ പാടില്ല. അതിൽ അഴിമതി ഉണ്ടെന്ന് നമുക്ക് എപ്പോഴാണ് സംശയം തോന്നിയത്? അതിന് ഇത്രയും വലിയൊരു പണിയില് ഇത്രയും രൂപ ചെലവായി എന്ന് പറഞ്ഞപ്പോൾ അഴിമതിയാണെന്ന് തോന്നി. മറ്റ് പല സ്ഥലങ്ങളിലും ഈ പെട്രോൾ കവി നടത്തിയിട്ടുണ്ട്. ചങ്ങനാശ്ശേരി മുതൽ ഇങ്ങോട്ട് പലയിടത്തും ഞങ്ങൾ അന്വേഷിച്ചു. അന്വേഷിച്ചപ്പോഴൊന്നുമില്ല. ചങ്ങനാശ്ശേരി പെട്രോൾ കവി നടത്തിയതിന് 1.5 കോടി രൂപ ചെലവായി. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പാചകവാതക പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ ഉടൻ ഇടപെടണമെന്ന് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊല്ലം ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു.
മന്ത്രി KN ബാലഗോപാൽ ഓൺലൈനിലൂടെ ഉദ്ഘാടനം നിർവഹിച്ചു. പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി R. രഘുനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് രൂക്ഷമായ പാചകവാതക പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്രം ഉടൻ ഇടപെടണമെന്ന് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ കൊല്ലം ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. അഭിരാജ് കൺവെൻഷൻ സെന്ററിൽ സംഘടിപ്പിച്ച ജില്ലാ സമ്മേളനം മന്ത്രി KN ബാലഗോപാൽ ഓൺലൈനിലൂടെ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സുജിത് വിജയൻപിള്ള MLA സമ്മേളനത്തെ അഭിവാദ്യം ചെയ്തു. അതുപോലെ ഒരു സഹകരണ സംഘത്തിൻ്റെ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതിനാൽ അധിക നേരം നിങ്ങളോടൊപ്പം സമയം പങ്കിടുവാൻ സാധിക്കുന്നില്ല. നമ്മുടെ യൂണിയൻ അതിശക്തമായി തന്നെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടി നിൽക്കുകയാണ്. പലപ്പോഴും നിയമസഭാ സമ്മേളനം നടക്കുമ്പോഴും ഒന്നിലധികം ഈ 5 വർഷത്തിനിടയിൽ ഒന്നിലധികം തവണ സംസ്ഥാനത്ത് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ KSSPയുടെ നേതൃത്വത്തിൽ നടന്ന ശക്തമായ സമരങ്ങൾ ഞാൻ നേരിട്ട് സാക്ഷ്യം വഹിക്കുകയുണ്ടായിട്ടുണ്ട്. അവകാശങ്ങൾ DA കുടിശ്ശികകൾ ഒക്കെ നേടിയെടുക്കുവാൻ വേണ്ടിയിട്ട് നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ എടുത്തു പറയേണ്ടതാണ്. അതിൻ്റെയൊക്കെ ആകത്തുകയായി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് കുടിശ്ശികകളെല്ലാം തീർക്കാൻ വേണ്ടിയിട്ട്. സർക്കാരിനുണ്ടായ ഞെരുക്കത്തെക്കുറിച്ച് ചെറിയ സൂചനകൾ ബഹുമാനപ്പെട്ട മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൻ്റെ ഭാഗമായി പറയുകയുണ്ടായി. നമുക്ക് കിട്ടേണ്ട ഗ്രാൻറ്റുകളെല്ലാം നമുക്ക് ഗ്രാൻറ്റുകൾ നമുക്ക് ലഭിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേന്ദ്ര സർക്കാർ അങ്ങനെ വെറുതെ തരുന്നതല്ല. നമ്മൾ ഇവിടുന്ന് കൊണ്ട് കൊടുക്കുന്ന പെട്രോൾ വഴി നമുക്കറിയാം. ഇന്നിപ്പോൾ ഗ്യാസിൻ്റെ വലിയ രീതിയിലുള്ള ഒരു പ്രതിസന്ധിയുണ്ട്. പെട്രോളും ഡീസലും ഒക്കെ നമുക്കിങ്ങനെ തരുമ്പോഴും യഥാർത്ഥത്തിൽ അതിൻ്റെ ഉൽപ്പാദനത്തിൻ്റെ ചിലവോ അല്ലെങ്കിൽ ചെറിയ ലാഭമോ ഒന്നുമല്ല വരുന്നത്. ജില്ലാ പ്രസിഡന്റ് P. ചന്ദ്രശേഖരപിള്ള അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി K. സൂസമ്മ ഭരണഘടനയുടെ ആമുഖം അവതരിപ്പിച്ചു. രാജശേഖരൻ ഉണ്ണിത്താൻ അനുശോചന പ്രമേയവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി K. രാജൻ സ്വാഗതവും പറഞ്ഞു. പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി R. രഘുനാഥൻ നായർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന വൈസ് പ്രസിഡന്റ് G. ചെല്ലപ്പനാചാരി സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി K. രാജേന്ദ്രൻ വാർഷിക റിപ്പോർട്ടും അവതരിപ്പിച്ചു. ജില്ലാ ട്രഷറർ K. സമ്പത്കുമാർ വരവ് ചെലവ് കണക്ക് അവതരിപ്പിച്ചു. V. ഗിരിജാദേവി, M. ഭാസി, G. സദാനന്ദൻ, K. ശിവശങ്കരപിള്ള, G. രാഘവൻ, K. B. പ്രസന്ന, ചന്ദ്രബാബു, V. കൊച്ചുകോശി, G. ബാലകൃഷ്ണപിള്ള എന്നിവർ പങ്കെടുത്തു. ഭാരവാഹികളായി P. ചന്ദ്രശേഖരപിള്ളയെ പ്രസിഡന്റായും, G. ചെല്ലപ്പനാചാരി, K. ശിവശങ്കരപിള്ള, G. രാഘവൻ, മണപ്പള്ളി ഉണ്ണികൃഷ്ണൻ, K. സൂസമ്മ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും K. രാജേന്ദ്രനെ സെക്രട്ടറിയായും തെരഞ്ഞെടുത്തു. K. രാജൻ, N. രാജശേഖരൻ ഉണ്ണിത്താൻ, S. പ്രേംകുമാർ, M. ആരിഫ ബീബി എന്നിവരാണ് ജോയിന്റ് സെക്രട്ടറിമാർ. ഖജാൻജിയായി V. സലീം ബാബുവിനെ തെരഞ്ഞെടുത്തു. 52 അംഗ ജില്ലാ കമ്മിറ്റിയെയും 50 അംഗ സംസ്ഥാന കൗൺസിൽ അംഗങ്ങളെയും സമ്മേളനം തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. RSP സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 5 സീറ്റുകളിലാണ് RSP മത്സരിക്കുന്നത്. 4 സീറ്റുകളിലാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. 5 സീറ്റുകളിലാണ് RSP സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നത്. ചവറയിൽ RSP മുൻ സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ മത്സരിക്കും. കുന്നത്തൂരിൽ ഉല്ലാസ് കോവൂരും ഇരവിപുരത്ത് വിഷ്ണു മോഹനും ആറ്റിങ്ങലിൽ സന്തോഷ് ഭദ്രനും മത്സരിക്കും. കാഞ്ഞങ്ങാട് സീറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനായുള്ള ചർച്ചകൾ അവസാന ഘട്ടത്തിലാണ്. പയ്യന്നൂർ സീറ്റിലെ സാധ്യത പരിശോധിക്കുമെന്നും നേതാക്കൾ അറിയിച്ചു. അന്തിമ തീരുമാനം കോൺഗ്രസ് അറിയിക്കും. ഞങ്ങൾ അതിന്റെ അന്തിമ ഇതാകാതെ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ പ്രഖ്യാപനമില്ലാതെ ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പറയുന്നത് ശരിയല്ല. ഞങ്ങൾ എല്ലാ കണ്ടിജൻസിയും വെച്ചുകൊണ്ട് ഞങ്ങൾ കാര്യങ്ങൾ ആലോചിച്ചു. ദയവത്തിൽ നിങ്ങളുണ്ടാക്കിയ പ്രശ്നമല്ല, ഞങ്ങൾക്കൊരു പ്രശ്നമില്ലായിരുന്നു. പാർട്ടിക്കകത്ത് വ്യത്യസ്ത അഭിപ്രായം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ മാസം 27-ാം തീയതി ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റി കൂടി ഏകണ്ഠമായി തീരുമാനമെടുത്തു. അതോടെ പാർട്ടിയിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ അവസാനിച്ചു. പിന്നെ മാധ്യമങ്ങൾ വാർത്ത വന്നുകൊണ്ടിരുന്ന നമുക്ക് അവഗണിക്കാനല്ല ഒക്കത്തുള്ളൂ. ഇവിടുന്ന് പോയിട്ട് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഇന്ന് ആദ്യമായി പ്രഖ്യാപനം കഴിയാതെ തുടങ്ങാനൊക്കത്തില്ലല്ലോ ഔദ്യോഗികമായി. ഞാനിപ്പം MLA ആണേലും അല്ലേലും എല്ലാ ദിവസവും എന്റെ ദിനചര്യ എന്ന് പറഞ്ഞാൽ രാവിലെ ചവറയിൽ പോവുക, പ്രധാനപ്പെട്ട വീടുകളിൽ പങ്കെടുക്കേണ്ടിയത് പങ്കെടുക്കുക, ആ ഒരു ദിനചര്യ തുടർന്നുകൊണ്ടേയിരിക്കുന്നത്. സ്ഥാനാർത്ഥിയായിട്ട് ഇന്നിപ്പോ പ്രഖ്യാപിച്ച ശേഷം ഇപ്പൊ ഞാൻ അങ്ങോട്ട് പോയിട്ടാണ് സ്ഥാനാർത്ഥിയായി ഇറങ്ങാൻ പോകുന്നത്. UDF ഘടകകക്ഷികളിൽ ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് RSP ആണ്. പ്രഖ്യാപിച്ച് കഴിഞ്ഞല്ലോ. RSPയുടെ സ്ഥാനാർത്ഥികളെ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാൽ ചില സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചൊക്കെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ പത്രങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ വന്നുവെങ്കിലും ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ വേണ്ടിയാണ് നിങ്ങളെ വിളിച്ചത്. ഞങ്ങൾ മത്സരിക്കുന്നത് 5 സീറ്റുകളിലാണ്. ഒന്ന് ചവറയിൽ മത്സരിക്കുന്നത് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ഷിബു ബേബി ജോൺ തന്നെയാണ്. രണ്ടാമത് സീറ്റ് കുന്നത്തൂർ മത്സരിക്കുന്നത് ഞങ്ങളുടെ യുവജന സംഘടന RYFന്റെ സംസ്ഥാന പ്രസിഡന്റ് ഉല്ലാസ് കോവൂർ. ഇരേപുരത്ത് മത്സരിക്കുന്നത് യുവജന സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് വിഷ്ണു മോഹൻ. 4ാമത്തെ സീറ്റ് ആറ്റിങ്ങലാണ്. ആറ്റിങ്ങൽ മത്സരിക്കുന്നത് സന്തോഷ് ഭദ്രൻ.
തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി. കണ്ണൂർ ജില്ലയിൽ പയ്യന്നൂരാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതേ സംബന്ധിച്ച് എന്റെ ക്ലാരിഫിക്കേഷൻ. ന്യൂസ് ബ്യൂറോ, കൊല്ലം. അമ്പലപ്പുഴയിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന മുൻ മന്ത്രി ജി സുധാകരനെ പിന്തുണയ്ക്കാൻ UDF തീരുമാനം. ആരുടെയും പിന്തുണ ആദ്യം വേണ്ടെന്ന് പറഞ്ഞ സുധാകരൻ കോൺഗ്രസ് നേതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് പിന്തുണ സ്വീകരിച്ചത്. എച്ച് സലാമാണ് ഇവിടെ LDF സ്ഥാനാർത്ഥി. മുൻ മന്ത്രിയും അമ്പലപ്പുഴയിലെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുമായ ജി സുധാകരന് കൈകൊടുക്കാൻ തീരുമാനിച്ച് UDF. ജി സുധാകരന് പൂർണ്ണ പിന്തുണയാണ് UDF പ്രഖ്യാപിച്ചിട്ടുള്ളത്. UDF അമ്പലപ്പുഴയിൽ സ്ഥാനാർത്ഥിയെ നിർത്തില്ല, പകരം സുധാകരന് പിന്തുണ പ്രഖ്യാപിക്കുകയായിരുന്നു. സുധാകരൻ CPM വിട്ടതിന് പിന്നാലെ കോൺഗ്രസ് നേതാക്കളുമായി സംസാരിച്ചിരുന്നെങ്കിലും അമ്പലപ്പുഴയിലെ പിന്തുണ UDF അന്ന് പ്രഖ്യാപിച്ചിരുന്നില്ല. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉൾപ്പെടെ അമ്പലപ്പുഴയിൽ UDFന് സ്ഥാനാർത്ഥി ഉണ്ടാകും എന്ന് ഉറപ്പിച്ചു പറയുകയും ചെയ്തു. ഈ പ്രഖ്യാപനങ്ങൾക്കെല്ലാം ഒടുവിലാണ് UDF ജി സുധാകരനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ UDF നേതാക്കൾ ഇത് സംബന്ധിച്ച് ചർച്ച നടത്തിയെങ്കിലും ഒരു വിഭാഗം നേതാക്കൾക്ക് ജി സുധാകരനെ പിന്തുണയ്ക്കുന്നതിൽ വ്യക്തമായ എതിർപ്പുമുണ്ട്. LDF സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് CPMലെ എച്ച് സലാമാണ്. ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. KPCC സെക്രട്ടറിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ തൊടിയൂർ രാമചന്ദ്രൻ BJPയിൽ ചേർന്നു. UDF കരുനാഗപ്പള്ളി നിയോജക മണ്ഡലം ചെയർമാൻ സ്ഥാനത്ത് നിന്നും കഴിഞ്ഞ ദിവസമാണ് ഇദ്ദേഹം രാജിവെച്ചത്. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അംഗത്വം നൽകി. KPCC സെക്രട്ടറി തൊടിയൂർ രാമചന്ദ്രൻ BJPയിൽ ചേർന്നു. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖരൻ അംഗത്വം നൽകി. കരുനാഗപ്പള്ളിയിൽ UDF ചെയർമാനായിരുന്നു തൊടിയൂർ രാമചന്ദ്രൻ. നിയോജകമണ്ഡലം UDF ചെയർമാൻ സ്ഥാനം രാജിവെച്ചതിന് പിന്നാലെയാണ് തൊടിയൂർ രാമചന്ദ്രൻ BJPയിൽ ചേർന്നത്. കഴിഞ്ഞ ദിവസമാണ് ചെയർമാൻ സ്ഥാനം രാജിവെച്ചത്. മുതിർന്ന നേതാക്കൾ ഇടപെട്ട് അനുനയ ചർച്ചകൾക്ക് ശ്രമിച്ചെങ്കിലും തൊടിയൂർ രാമചന്ദ്രൻ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. കഴിഞ്ഞ 15 വർഷമായി UDF കരുനാഗപ്പള്ളി നിയോജകമണ്ഡലം ചെയർമാനാണ്. UDF നേതൃത്വത്തിൽ എല്ലാ പരിപാടികളും വിജയകരമായി നടത്തിയിട്ടുണ്ട്. എന്നാൽ MLAയുടെ ഭാഗത്തു നിന്നുണ്ടായ തിക്താനുഭവങ്ങൾ സഹിക്കാൻ കഴിയുന്നതല്ലെന്നും അതാണ് രാജിവെക്കാനുള്ള പ്രധാന കാരണമെന്നും തൊടിയൂർ രാമചന്ദ്രൻ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടെ മുന്നണികൾ കളം പിടിക്കുന്നു. പ്രചാരണത്തിന് തുടക്കം കുറിച്ച് LDF സ്ഥാനാർത്ഥികൾ. കൊല്ലത്ത് S ജയമോഹനും കരുനാഗപ്പള്ളിയിൽ MS താരയും റോഡ് ഷോ നടത്തി. RSP 4 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 5 മത്സരിക്കുമെന്ന് നേതാക്കൾ. ചവറയിൽ ഷിബു ബേബി ജോൺ സ്ഥാനാർത്ഥി. KPCC സെക്രട്ടറിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ തൊടിയൂർ രാമചന്ദ്രൻ BJPയിൽ. BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അംഗത്വം നൽകി. MLAയുടെ അവഗണനയെ തുടർന്നാണ് കോൺഗ്രസ് വിട്ടതെന്ന് തൊടിയൂർ രാമചന്ദ്രൻ. അമ്പലപ്പുഴയിൽ ജി സുധാകരനെ പിന്തുണയ്ക്കാൻ UDF. കോൺഗ്രസ് നേതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്കൊടുവിലാണ് സുധാകരൻ പിന്തുണ സ്വീകരിച്ചത്. എച്ച് സലാമാണ് ഇവിടെ LDF സ്ഥാനാർത്ഥി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.